ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയിൽ വരുന്ന എക്സാമിന്, അതായത് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമുക്ക് ടേം 1 കഴിഞ്ഞിട്ടുണ്ട്, അതായത് ക്വാർട്ടർലി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ആ ക്വാർട്ടർലി എക്സാമിന് ചോദിച്ച ഏരിയ, ആ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കാതിരിക്കരുത്. അവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും ഹാഫ് ഇയർലിക്ക്. സോ ആ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിച്ച് തന്നെ പോകണം. നമുക്കിവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാഫ് ഇയർലിക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ഏരിയ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ ക്വാർട്ടർലി എക്സാമിന് വേണ്ടിയിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ടേമിന് 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സും അതേപോലെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അപ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ വരെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്നുള്ള ഭാഗം വരെ നമുക്ക് അവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ടാവും. ക്വാർട്ടർലി എക്സാമിന് ഈ ഒരു ചാപ്റ്റേഴ്സ് നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഒരു സെക്കൻഡ് ടേമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ കണ്ടിന്യൂ ചെയ്യും. അതായത് അവിടുന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, റിസർവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തൊട്ട് നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പഠിക്കണം. സോ അഡ്മിഷൻ എന്ന ചാപ്റ്ററിന് നമുക്ക് എസ്എ പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലാണ് ഈ എക്സാമിന്. ഓക്കെ, ഹാഫ് ഇയർലി എക്സാമിന്. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് എന്നുള്ള ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 2 ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ടേമിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ട് എസ്എ പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിനകത്ത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് റേഷ്യോസ് പഠിക്കാനുണ്ട്, അതേപോലെ ലോൺ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് എസ്എ പ്രോബ്ലം പഠിക്കാനുണ്ടാവും. ഓക്കെ, ദെൻ അഡ്മിഷനകത്ത് നമുക്ക് എസ്എ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 2 ചാപ്റ്റേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ ടേം 1 കാര്യങ്ങൾ നമ്മൾ നോക്കണം, അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതേപോലെ എസ്എസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ വീക്ക് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആരെങ്കിലും ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീക്കിലെയും എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുക, കൃത്യമായിട്ട് വീഡിയോസ് കണ്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ.